الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له اللهم لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك اللهم لا نحصي ثناء عليك أنت كما أثنيت على نفسك ولك الحمد حتى ترضى وصلى الله وسلم على سيدنا محمد وعلى آله وأصحابه ومن اهتدى بهديه وجاهد في سبيله إلى يوم الدين أيها الناس أوصيكم عباد الله بتقوى الله فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وقاتلوهم حتى لا تكون فتنة ويكون الدين كله لله فإن انتهوا فإن الله بما يعملون بصير وإن تولوا فاعلموا أن الله مولاكم نعم المولى ونعم النصير صدق الله العلي العظيم. ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ടും ഭയന്നുകൊണ്ടും അവൻ്റെ കൽപ്പനകൾ പാലിച്ചുകൊണ്ടും അവൻ്റെ നിരോധങ്ങൾ വിട്ടകന്നുകൊണ്ടും ജീവിക്കണമെന്ന് ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ പഠിക്കാനുള്ള ഒരു ശ്രമമാണ് കുറെ ആഴ്ചകളായി ഈ ഖുതുബകളിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ചെറുപ്പക്കാരും പുതിയ തലമുറയും പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മനസ്സിലാക്കുവാനും തിരുമേനിയുടെ ജീവിതത്തെ സംബന്ധിച്ച് പഠിക്കുവാനും ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തും എന്ന പ്രതീക്ഷയിലാണ് ഇത്തരമൊരു വിഷയം നാം തിരഞ്ഞെടുത്തിട്ടുള്ളത്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിന് ഏറ്റവും വലിയ മാർഗദർശനവും വഴികാട്ടിയും മാതൃകയും നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ആ ജീവിതത്തെ നാം മനസ്സിലാക്കിയിട്ടില്ല എങ്കിൽ ആ പ്രവാചക ജീവിതം എങ്ങനെയായിരുന്നു, ഏതെല്ലാം ഘട്ടങ്ങളിലൂടെയാണ് അത് കടന്നുപോയത്, എങ്ങനെയാണ് തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സമൂഹത്തിന് രൂപം നൽകിയത്, എന്തെല്ലാം പ്രയാസങ്ങളും ത്യാഗങ്ങളുമാണ് ആ മാർഗത്തിൽ നേരിടേണ്ടി വന്നത് എന്ന് മനസ്സിലാക്കാതെ കണ്ട് പ്രവാചകന്റെ ഉത്തമ അനുയായികളായി ജീവിക്കാൻ ആർക്കും സാധ്യമല്ല. നിങ്ങൾക്ക് പ്രവാചകനിൽ ഏറ്റവും മഹത്തായ ഉത്തമമായ മാതൃകയുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അത് ആ ജീവിതത്തെ പഠിക്കുവാനും അതെന്താണെന്ന് മനസ്സിലാക്കുവാനും എങ്ങനെയാണ് അതിനെ പിന്തുടർന്നുകൊണ്ട് മുന്നോട്ട് പോവുക എന്ന് അറിയുവാനും വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിർദ്ദേശിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ അടിസ്ഥാനത്തിൽ തന്നെ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ സംബന്ധിച്ചുള്ള പരാമർശങ്ങൾ അത് നമ്മുടെ പ്രത്യേക ശ്രദ്ധ അർഹിക്കുന്നുണ്ട് എന്നും അത് മനസ്സിലാക്കുകയും അത് പകർത്തുകയും ചെയ്യുന്നതിലാണ് നമ്മുടെ ഇഹപരവും പാരത്രികവുമായ വിജയം നിലകൊള്ളുന്നത് എന്നും നാം വ്യക്തമായും മനസ്സിലാക്കേണ്ടതുണ്ട്. മദീനയിൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരിടേണ്ടി വന്ന സമൂഹങ്ങളെ സംബന്ധിച്ച്, അവസ്ഥാവിശേഷങ്ങളെ സംബന്ധിച്ച് ഇതൊക്കെ ചില ഖുതുബകളിൽ നമ്മൾ പരാമർശിച്ചു. ഏതെല്ലാം തരത്തിലുള്ള എതിർപ്പുകളും എങ്ങനെയെല്ലാമുള്ള പ്രയാസങ്ങളുമാണ് തിരുമേനിക്ക് അവിടെ അഭിമുഖീകരിക്കേണ്ടി വന്നത് എന്ന് കുറെയൊക്കെ നമ്മൾ മനസ്സിലാക്കി. അതിൻ്റെ എല്ലാം കൂടെ എങ്ങനെയായിരുന്നു മുസ്ലിം സമൂഹത്തിന്റെ നിർമ്മാണവും
അവരുടെ സംസ്കരണവും പടിപടിയായി അവരെ ഒരു ഉത്തമ സമൂഹം എന്ന രൂപത്തിലേക്ക് നബി തിരുമേനി ഉയർത്തിക്കൊണ്ടുവന്നത് എന്നും ചില ഖുതുബകളിൽ നമ്മൾ പരാമർശിക്കുകയുണ്ടായി. നബിയുടെ മദീന ജീവിതത്തിലെ മറ്റൊരു സുപ്രധാനമായ മുഖമാണ് ശത്രു സമൂഹവുമായി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയും മുസ്ലിം ഉമ്മത്തും നടത്തിയ സമരങ്ങളും സംഘട്ടനങ്ങളും. പ്രത്യേകിച്ചും ഖുറൈശി ഗോത്രമായിരുന്നു തിരുമേനിയുടെ ഏറ്റവും വലിയ എതിരാളികൾ. അറേബ്യയിലെ മേധാവിത്വം ഖുറൈശികൾക്കായിരുന്നു. അവർ ഏത് ഭാഗത്താണോ, അവരെങ്ങനെയാണോ പോകുന്നത് അതനുസരിച്ചുകൊണ്ട് മറ്റുള്ളവരും നീങ്ങുന്ന ഒരു പതിവ് ഉണ്ടായിരുന്നു. കഅബയുടെ നേതൃത്വവും അതിന്റെ മേൽനോട്ടവും അവരുടെ കയ്യിലായിരുന്നു. മറ്റ് ഗോത്രങ്ങളെല്ലാം തന്നെ അവരുമായി സഖ്യത്തിലും സമാധാന ഉടമ്പടികളിലും കഴിഞ്ഞുകൂടുന്നവരായിരുന്നു. അപ്പോൾ ഖുറൈശികൾ ആരെ എതിർക്കുന്നു അവരോട് മറ്റുള്ളവരെല്ലാം എതിർക്കും. ഖുറൈശികൾ ആരോടാണോ സഖ്യത്തിലും സന്ധിയിലും കഴിഞ്ഞുകൂടുന്നത് അവരോടൊത്ത് മറ്റുള്ളവരും നിൽക്കും. അങ്ങനെ ഖുറൈശികളുടെ താൽപര്യങ്ങൾക്കൊത്തുകൊണ്ട് നീങ്ങുന്ന ഒരു സ്വഭാവം അറേബ്യയിൽ ഉണ്ടായിരുന്നു. മദീനയുടെ ഉള്ളിലുള്ള അറബി ഗോത്രങ്ങളും ഈ രൂപത്തിൽ തന്നെ ഖുറൈശികളുമായി രഞ്ജിപ്പിലും സൗഹാർദ്ദത്തിലുമായിരുന്നു കഴിഞ്ഞുകൂടിയിരുന്നത്. ഇതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സമീപനമാണ് ഔസ് ഖസ്റജ് ഗോത്രങ്ങൾ സ്വീകരിച്ചത് എന്നും അങ്ങനെയാണ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് പലായനം ചെയ്ത് ഹിജ്റ ചെയ്ത് പോയത് എന്നും നമ്മൾ മനസ്സിലാക്കി. പക്ഷെ മദീനയിൽ മുസ്ലിമീങ്ങൾ സ്ഥിരതാമസമാക്കുകയും അവിടെ ഒരു ഇസ്ലാമിക ശക്തി വളർന്നു വരികയും ചെയ്യുക എന്നത് ഖുറൈശികൾക്ക് ഒട്ടും ഇഷ്ടകരമായിരുന്നില്ല. അതിനെ തകർക്കാനുള്ള, അത് നശിപ്പിക്കാനുള്ള എല്ലാ പരിശ്രമങ്ങളിലും അവർ മുഴുകി. പ്രത്യേകിച്ചും അവരെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ഭയപ്പാടുണ്ടായിരുന്നു. അതായത് അവരുടെ സാമ്പത്തികമായ എല്ലാ കാര്യങ്ങളുടെയും നട്ടെല്ല് അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യാപാരങ്ങളും കച്ചവട സംഘങ്ങളായിട്ടുള്ള പോക്കുവരവുകളുമാണ്. ഇത് മദീനയുടെ പരിസര പ്രദേശങ്ങളിലൂടെയാണ് നടന്നിരുന്നത്. ഈ മദീനയിൽ മുസ്ലിമീങ്ങളുടെ ഒരു ശക്തി വളർന്നു വരികയും അവരവിടെ സ്വാധീനം ചെലുത്തുകയും അങ്ങനെ അറബി ഗോത്രങ്ങളെല്ലാം ഒരുപക്ഷെ അവരോട് ചായാൻ ഇടവരികയും ചെയ്യുകയാണ് എങ്കിൽ അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വമ്പിച്ച ഒരു പ്രത്യാഘാതമായിരിക്കും എന്ന് ഖുറൈശികൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് മുസ്ലിം സമൂഹത്തെ നശിപ്പിക്കുക എന്നുള്ളതും അവരുടെ ശക്തിയെ തുടച്ചു നീക്കുക എന്നുള്ളതും ഖുറൈശികളുടെ അജണ്ടയിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു. ഇങ്ങനെയാണ് പലതരത്തിലുള്ള ഏറ്റുമുട്ടലുകളും ചെറിയ ചെറിയ തോതിൽ മുസ്ലിം സമൂഹവും ഖുറൈശികളുമായി നബി തിരുമേനിയുടെ പലായനത്തെ തുടർന്നുകൊണ്ട് താമസിയാതെ തന്നെ തുടങ്ങിക്കൊണ്ടിരിക്കുന്നത്. ചില സന്ദർഭങ്ങളിലൊക്കെ മുസ്ലിമീങ്ങൾ ചില അന്വേഷണ സംഘങ്ങളെ അയക്കുമ്പോൾ അവരുമായിട്ട് കൊമ്പുകോർക്കുന്ന അവസ്ഥാവിശേഷങ്ങൾ ഉണ്ടായിരുന്നു. മദീനയുടെ ചുറ്റുപാടുകളിലൊക്കെ ചെന്ന് മുസ്ലിമീങ്ങളെ അലോസരപ്പെടുത്തുകയും അവരെ ബുദ്ധിമുട്ടിക്കുകയും ചെയ്യുന്ന നിലപാടുകളും ഖുറൈശികൾ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. മാത്രമല്ല, മക്കയിൽ ബാക്കിയുള്ള മുസ്ലിം കുടുംബങ്ങളെ ദ്രോഹിക്കുക, ഹിജ്റ പോയ ആളുകളുടെ ബാക്കിയുള്ള അവരുടെ രക്തബന്ധുക്കളെയോ കുടുംബാംഗങ്ങളെയോ ഒക്കെ ദ്രോഹിക്കുക, അവരുടെ സമ്പത്തുകളും അവരുടെ മറ്റ് സമ്പാദ്യങ്ങളുമെല്ലാം തന്നെ അത് അന്യായമായി കൈയടക്കുക, ഇത്തരത്തിലുള്ള നിലപാടുകളൊക്കെ ഖുറൈശികൾ തുടർന്നു വന്നിരുന്നു. ഇങ്ങനെ സംഭവങ്ങൾ മുന്നേറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഹിജ്റ 2-ാം വർഷം റമളാൻ സന്ദർഭത്തിൽ അബൂ സുഫിയാന്റെ നേതൃത്വത്തിലുള്ള ഒരു കച്ചവട സംഘം മദീനയുടെ പരിസര പ്രദേശത്തിലൂടെ മക്കയിലേക്ക് തിരിച്ചു വരുന്നത്. ഖുറൈശികളുമായി റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖ്യമായും പ്രധാനമായും 3 സംഘട്ടനങ്ങളിൽ, 3 സമരങ്ങളിൽ, 3 യുദ്ധങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ട്. മറ്റുള്ളതെല്ലാം തന്നെ നിസ്സാരവും ചെറിയ തോതിലുള്ള ചില വഴക്കുകളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ചെറിയ ഏറ്റുമുട്ടലുകളോ ആയിരുന്നു. നല്ല യുദ്ധങ്ങൾ എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന 3 യുദ്ധങ്ങൾ ഖുറൈശികളുമായി നടത്തിയിട്ടുണ്ട്.
ഹിജ്റ 2-ാം വർഷം നടന്ന ബദർ യുദ്ധമാണ് അതിൽ ആദ്യത്തേത്. 3-ാം വർഷം നടന്ന ഉഹദ് യുദ്ധമാണ് രണ്ടാമത്തേത്. 5-ാം വർഷം നടന്ന ഖന്ദഖ് യുദ്ധം അല്ലെങ്കിൽ അഹ്സാബ് യുദ്ധം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന യുദ്ധമാണ് 3-ാമത്തേത്. ഇങ്ങനെ വളരെ പ്രധാനമായ 3 യുദ്ധങ്ങൾ ഖുറൈശികളുമായി മുസ്ലിം സമൂഹത്തിന് ഏറ്റുമുട്ടേണ്ടി വന്നതായി നമുക്ക് ചരിത്രത്തിൽ കാണാം. അബൂ സുഫിയാന്റെ നേതൃത്വത്തിലുള്ള കച്ചവട സംഘം അത് മദീനയുടെ പരിസരത്തിലൂടെ മക്കയിലേക്ക് മടങ്ങുന്ന വേളയിൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ അനുയായികളോട് നിർദ്ദേശിച്ചു, അബൂ സുഫിയാന്റെ കച്ചവട സംഘത്തെ നിങ്ങൾ പോയി നേരിടണം എന്ന്. അത് ഒരു സൂചനയായിരുന്നു, അത് ഖുറൈശികൾക്ക് നൽകുന്ന ഒരു സന്ദേശമായിരുന്നു. അഥവാ നിങ്ങൾ യഥാർത്ഥത്തിൽ ഇസ്ലാമിനോടുള്ള ശത്രുത തുടർന്നുകൊണ്ടിരിക്കുകയും മുസ്ലിമീങ്ങളെ ദ്രോഹിക്കുകയും ജനങ്ങളെ ഇസ്ലാമിക പ്രബോധനത്തിൽ നിന്ന് തടയുകയും ചെയ്യുന്ന ഈ നിലപാട് തുടരുകയാണ് എങ്കിൽ അത് ഏകപക്ഷീയമായ രീതിയിൽ അല്ല മുന്നോട്ട് പോവുക. നിങ്ങൾ ചെയ്യുന്നതെല്ലാം അപ്പടി സഹിച്ചുകൊണ്ടും അനുഭവിച്ചുകൊണ്ടും നിൽക്കുക എന്ന നിലപാടായിരിക്കുകയില്ല മുസ്ലിമീങ്ങൾ തുടരുക. അവർക്കും ചിലതെല്ലാം ചെയ്യാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് കരുതിയിരിക്കണമെന്നും അന്യായമായും അനാവശ്യമായും യാതൊരു നീതിയുമില്ലാതെയും മുസ്ലിമീങ്ങളെ പീഡിപ്പിക്കുകയും ദ്രോഹിക്കുകയും ചെയ്യുന്ന നടപടിക്രമങ്ങളിൽ നിന്ന് പിന്തിരിയുകയും ചെയ്യണം എന്ന ഒരു സന്ദേശമായിരുന്നു ഇതിലൂടെ ഉദ്ദേശിച്ചിരുന്നത്. അങ്ങനെ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയും മുസ്ലിം സമൂഹവും യഥാർത്ഥത്തിൽ വലിയ തോതിലുള്ള ഒരു യുദ്ധം നടക്കുമെന്നോ ഒക്കെയുള്ള അർത്ഥത്തിലോ അല്ലെങ്കിൽ അതിനുള്ള ഒരു ഒരുക്കത്തിലോ ആയിരുന്നില്ല മദീനയിൽ നിന്ന് പുറപ്പെട്ടത്. കച്ചവട സംഘത്തെ ഭീഷണിപ്പെടുത്തുക, അവരെ വളഞ്ഞു വെക്കുക, പിന്നീട് എന്ത് സംഭവിക്കുന്നു അതുപോലെ കാര്യങ്ങൾ മുന്നോട്ട് നീക്കുക എന്നതായിരുന്നു തിരുമേനിയുടെയും സഹാബികളുടെയും ഉദ്ദേശം. പക്ഷെ അബൂ സുഫിയാൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും മുസ്ലിമീങ്ങളുടെയും ഈ പ്രതിരോധം അല്ലെങ്കിൽ ഈ രൂപത്തിലുള്ള അവരുടെ വരവ് അറിഞ്ഞതോടുകൂടി ആ വിവരങ്ങൾ മക്കയിലെ ഖുറൈശികൾക്ക് കൈമാറുകയും സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള സൈന്യവുമായി കൊണ്ട് ഉടനെ പുറപ്പെടണം, മുഹമ്മദിനെയും അവന്റെ അനുയായികളെയും നേരിടാൻ തീർച്ചയായും എല്ലാവരും ഒരുങ്ങിക്കൊള്ളണം എന്നുള്ള ഒരു നിർദ്ദേശമാണ് മക്കയിലേക്ക് നൽകിയത്. ആ വിവരം റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിക്കുന്നതോടുകൂടിയാണ് സംഗതികളെല്ലാം ഒരു യുദ്ധത്തിന്റെ വക്കിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്ന ഘട്ടത്തിൽ എത്തിയത്. അബൂ സുഫിയാനാണെങ്കിൽ അപ്പോഴേക്കും വേറെ ചില കുറുക്കുവഴികളിലൂടെ മുസ്ലിം സമൂഹത്തിന്റെയും പ്രവാചകന്റെയും ഒക്കെ പിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെട്ട് മക്കയിലേക്ക് നീങ്ങുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു വിവരവും അബൂ സുഫിയാൻ ഖുറൈശി തലവന്മാരെ അറിയിച്ചിരുന്നു. ഇനി യുദ്ധവുമായി മുന്നോട്ട് പോവേണ്ടതില്ല, ഞങ്ങൾ കച്ചവട സ്വത്തുക്കളുമായിട്ടൊക്കെ സുരക്ഷിതരായി മടങ്ങിയിരിക്കുന്നു എന്ന ഒരു സന്ദേശവും അബൂ സുഫിയാൻ അവർക്ക് നൽകിയിരുന്നു. പക്ഷെ ഖുറൈശികളെ സംബന്ധിച്ചിടത്തോളം ഇത് അവരുടെ അഹന്തയ്ക്ക് ഏറ്റ ഒരടിയായിരുന്നു. മുഹമ്മദ് ഞങ്ങളെ വെല്ലുവിളിക്കുക, ഞങ്ങളോട് സംഘട്ടനത്തിന് വരിക, അങ്ങനെ ഞങ്ങളെ ഭീഷണിപ്പെടുത്തുക, ഞങ്ങൾ പിന്നെ അതിന് പ്രതികാരമായി ഒന്നും ചെയ്യാതെ തിരിച്ച് പോരുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മറ്റ് അറബി ഗോത്രങ്ങളുടെ ദൃഷ്ടിയിൽ ഞങ്ങളുടെ പ്രതാപം, ഞങ്ങളുടെ യശസ് അതിന് ക്ഷീണം ബാധിക്കുകയും ഞങ്ങളുടേതായ ആ മേൽക്കോയ്മയും ആ മേധാവിത്വവും ക്രമേണ ഇല്ലാതായി പോവുകയും ചെയ്യും. മാത്രമല്ല മുസ്ലിമീങ്ങൾക്കും ഒരു ചുട്ട മറുപടി കൊടുക്കേണ്ടതുണ്ട്. മേലിൽ ഞങ്ങളുടെ കച്ചവട സംഘങ്ങളെയും അതുപോലെ ഞങ്ങളുടെ ആളുകളെയും കൈകാര്യം ചെയ്യുകയോ അല്ലെങ്കിൽ അവരെ എതിരിടുകയോ ചെയ്യാനുള്ള ധൈര്യം മുസ്ലിമീങ്ങൾക്കുണ്ടാവരുത്. ഈ രൂപത്തിൽ ഏതായിരുന്നാലും ശരി മുസ്ലിം സമൂഹത്തെ നേരിടാനും അവരുടെ ശക്തി ഇല്ലാതാക്കാനും അവരുടെ നട്ടെല്ലൊടിക്കാനും ഞങ്ങൾക്ക് സാധിക്കും എന്ന അഹങ്കാരവും ഖുറൈശികൾക്കുണ്ടായിരുന്നു. അതുകൊണ്ട് അബൂ സുഫിയാനിന്റെ നിർദ്ദേശം അത് സ്വീകരിക്കാതെ കണ്ട് അവർ യുദ്ധസന്നാഹങ്ങളുമായി മുന്നോട്ട് പോവുകയും മദീനയോട് അടുക്കാൻ വേണ്ടി മദീനയിലേക്ക് അവർ യാത്ര പുറപ്പെടുകയുമാണ് ഉണ്ടായത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സന്ദർഭത്തിൽ തന്റെ അനുയായികളോട് വരാനിരിക്കുന്ന ഈ ഭവിഷ്യത്തിനെ സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകുകയും അവരുടെ പിന്തുണയും അതുപോലെ തന്നെ അവരുടെ ഒത്തൊരുമയും ഈ വിഷയത്തിൽ വളരെ ആവശ്യമാണ് എന്ന് അവരെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുകയുണ്ടായി. കാരണം ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു സമരത്തിന് ഇറങ്ങിയിട്ടില്ല.
മുഹാജിറുകളായ ആളുകൾ മദീനയിൽ അഭയം തേടിച്ചെന്ന് മദീനയിലുള്ള സംരക്ഷണവും അവിടെ സുരക്ഷിതത്വവും മാത്രമേ അൻസാറുകൾ വാഗ്ദാനം ചെയ്തിട്ടുള്ളൂ. പുറമേ നിന്നുള്ള ആക്രമണത്തെ സംബന്ധിച്ചിടത്തോളം അവർ ഒരു വാക്കും കൊടുത്തിട്ടില്ല. അപ്പൊ അതേ അവസരത്തിൽ ഇങ്ങനെയുള്ള ഒരു ആക്രമണത്തിൽ ഇവരുടെ നിലപാട് എന്തായിരിക്കും എന്ന് നബി തിരുമേനിക്ക് ആശങ്കയുണ്ടായിരുന്നു. പക്ഷേ സത്യവിശ്വാസികളുടെ ആ സമൂഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ മാനസികമായ അവസ്ഥ പരിഗണിച്ചുകൊണ്ട് എല്ലാ തരത്തിലുള്ള പിന്തുണയും പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വാഗ്ദാനം ചെയ്തു. അവർ പറഞ്ഞു, പ്രവാചകരെ, അങ്ങ് എന്താണോ ഞങ്ങളോട് കൽപ്പിക്കുന്നത് അത് ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങൾ ഈ ദീനിന് വേണ്ടി ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങളുടെ സമ്പത്തിനെയും എല്ലാം സമർപ്പിച്ചവരാണ്. ഈ കടൽ കടന്നു പോകണം എന്നാണ് അങ്ങ് ആവശ്യപ്പെടുന്നത് എങ്കിൽ അതിനും ഞങ്ങൾ ഒരുക്കമാണ്. അതുകൊണ്ട് എന്താണോ അങ്ങ് ഉദ്ദേശിക്കുന്നത് അത് രണ്ടും കൽപ്പിച്ചുകൊണ്ട് ആ വഴിയിലൂടെ മുന്നോട്ട് പോവുക എന്ന തൃപ്തികരമായ മറുപടിയാണ് അൻസാറുകളുടെ നേതാക്കളിൽ നിന്നും അതുപോലെ മുഹാജിറുകളുടെ നേതാക്കളിൽ നിന്നെല്ലാം പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിച്ചത്. അപ്പോൾ ആ രൂപത്തിൽ അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി സർവം സമർപ്പിക്കാൻ തയ്യാറായ ഒരു വിഭാഗം തന്നോടൊപ്പമുണ്ട് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മനസ്സിലാവുകയും അങ്ങനെ ഖുറൈശികളെ നേരിടുന്നതിന് വേണ്ടി മുന്നോട്ട് പോവാൻ തന്നെ തീരുമാനിക്കുകയും ചെയ്യുന്നു. ഈ സമരം യഥാർത്ഥത്തിൽ വളരെ നിർണായകമായ ഒരു സമരമായിരുന്നു. ശക്തി സന്തുലനം എന്ന് പറയുന്നത് ഒരു സാഹചര്യത്തിലും അവിടെ ഉണ്ടായിരുന്നില്ല. മുസ്ലിമീങ്ങളുടെ ഭാഗത്ത് ആകെ 313 ആളുകൾ, അത് തന്നെ വേണ്ടത്ര ആയുധങ്ങളോ സൗകര്യങ്ങളോ ഇല്ലാത്തവർ. അതേ അവസരത്തിൽ ഖുറൈശികളാണെങ്കിൽ 1000-ഓളം ആളുകൾ എല്ലാ വിഭവങ്ങളോടും സൗകര്യങ്ങളോടും കൂടിയാണ് യുദ്ധത്തിന് വന്നിട്ടുള്ളത്. അവരുടെ നേതാക്കന്മാരും നായകന്മാരും അതുപോലെ യുദ്ധവീരാളികളുമായ ആളുകളെല്ലാം തന്നെ ഈ സൈന്യത്തിൽ ഉണ്ടായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആ വാഗ്ദാനത്തിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ടും അവനോട് പ്രാർത്ഥിച്ചുകൊണ്ടും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയും മുസ്ലിം സമൂഹവും ബദറിൽ ഏറ്റുമുട്ടുന്നതാണ് ഈ ഹിജ്റ 2-ാം വർഷം റമളാൻ 17-ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏകദേശം മണിക്കൂറുകൾ മാത്രമേ ആ സമരം നീണ്ടുനിന്നുള്ളൂ. പ്രാചീനമായ യുദ്ധമുറകൾ അനുസരിച്ചുകൊണ്ട് തുടങ്ങിയ ആ സമരം ഏകദേശം മണിക്കൂറുകൾ മാത്രമേ നീണ്ടുനിന്നുള്ളൂ. അപ്പോഴേക്കും മുസ്ലിമീങ്ങളിൽപ്പെട്ട യുദ്ധവീരന്മാരായ ആളുകൾ ഖുറൈശികളുടെ ഭാഗത്തുള്ള നേതാക്കന്മാരെ മിക്കവാറും തന്നെ അറുകുല ചെയ്ത് അടർക്കളത്തിൽ വീഴ്ത്തുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വളരെ അത്ഭുതകരമായ അസാധാരണമായ ചില സംഭവങ്ങളാണ് നമുക്ക് ആ യുദ്ധരംഗത്ത് കാണാൻ സാധിക്കുന്നത്. മുസ്ലിമീങ്ങൾ അവർ നേരിടുന്നത് അവരുടെ രക്തബന്ധുക്കളെയാണ്. ആ രക്തബന്ധുക്കളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിനു വേണ്ടി അറുകുല ചെയ്യുവാനും കൊന്നൊടുക്കുവാനും യാതൊരു തരത്തിലുള്ള ചാഞ്ചല്യമോ അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള ഒരു മനസ്സുറപ്പില്ലായ്മയോ ഒരിക്കലും അവരിൽ പ്രകടമാകുന്നില്ല. അല്ലാഹുവാണ് ഞങ്ങൾക്ക് വലുത്, അവന്റെ ദീനാണ് ഞങ്ങൾക്ക് വലുത്, ആ ദീനിന്റെയും പ്രവാചകന്റെയും സംരക്ഷണത്തിനു വേണ്ടി എന്തും ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് സ്വന്തം ജീവിതത്തിലൂടെ അവർ തെളിയിച്ചു കൊടുക്കുകയുണ്ടായി. ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം മുസ്ലിം സമൂഹത്തിൽ നിന്ന് നഷ്ടപ്പെട്ടത് 6 മുഹാജിറുകളും 7 അൻസാറുകളുമായിരുന്നു എന്ന് നമുക്ക് കാണാം. മുഹാജിറുകളിൽ നിന്ന് ശുഹദാക്കന്മാരായി വന്നത് 6 മുഹാജിറുകളും 6 പേരും, അൻസാറുകളിൽ നിന്ന് രക്തസാക്ഷിത്വം വഹിച്ചത് 7 പേരുമായിരുന്നു. അതേ അവസരത്തിൽ ഖുറൈശികളുടെ നേതാക്കന്മാരായ ആളുകൾ മുഴുവൻ തന്നെ ഈ അടർക്കളത്തിൽ അവർ കൊല്ലപ്പെടുകയുണ്ടായി. 70 പേർ അവരുടെ നേതാക്കന്മാരിൽ നിന്ന് കൊല്ലപ്പെട്ടതായി നമുക്ക് കാണാം. അതുപോലെ തന്നെ 70 പേരെ ബന്ദികളായി മുസ്ലിമീങ്ങൾ പിടിച്ചുവെക്കുകയും ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇങ്ങനെ തികച്ചും അപ്രതീക്ഷിതമായ രീതിയിലുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സഹായത്തോടു കൂടിയിട്ടുള്ള ഒരു സമരമായിട്ടാണ് ഈ ബദർ യുദ്ധത്തെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ അതിനെ വിശേഷിപ്പിച്ചത് യൗമുൽ ഫുർഖാൻ എന്നായിരുന്നു. സത്യവും അസത്യവും വേർതിരിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു ദിവസം. ആ ദിവസമായിരുന്നു ബദറിന്റെ ദിവസം എന്ന് ഖുർആൻ വിശേഷിപ്പിച്ചത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിലെ ഖുറൈശികളുടെ നേതാക്കന്മാരായ ആളുകൾ അബൂജഹലിനെ പോലെ, ഉത്ബയെ പോലെ, ശൈബത്തിനെ പോലെയൊക്കെയുള്ള വലിയ വലിയ നേതാക്കന്മാർ മുഴുവൻ തന്നെ കൊല്ലപ്പെടുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു. ആ നേതാക്കന്മാരെല്ലാം കൊല ചെയ്യപ്പെടുകയും ഖുറൈശികളുടെ ശക്തി ക്ഷയിക്കുകയും അവരുടെ നട്ടെല്ല് ഒടിയുകയും ചെയ്ത ഒരു ചരിത്രമായിരുന്നു
ബദറിൽ നമുക്ക് കാണാൻ സാധിക്കും. ഒന്നാമത്തെ ഈ സമരം തന്നെ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആവേശം പകരുന്നതും സത്യദീനിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് കൂടുതൽ വേഗതയും കൂടുതൽ സൗകര്യവും ഒരുക്കുന്നതുമായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെയുള്ള ഒരു തിരിച്ചടി ഖുറൈശികൾക്ക് നേരിട്ടത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയ മാനഹാനിക്ക് ഇടയാക്കുകയുണ്ടായി. കാരണം 300ഓളം വരുന്ന ഒരു വിഭാഗത്തോടാണ് 1000ഓളം വരുന്ന ആളുകൾ സമരം ചെയ്തത്. എല്ലാ തരത്തിലുള്ള ഭൗതികമായ കണക്കുകൂട്ടലുകളും അനുസരിച്ച് ഒരു സാഹചര്യത്തിലും മുസ്ലിമീങ്ങൾ ഈ യുദ്ധത്തിൽ ബാക്കിയാവാൻ സാധ്യതയില്ല. പക്ഷേ ഈ രൂപത്തിലുള്ള ഒരു തിരിച്ചടി അവർക്ക് നേരിട്ടപ്പോൾ അവർക്ക് വലിയ മാനഹാനി തോന്നുകയുണ്ടായി. അബൂ സുഫിയാനെ പോലെയുള്ള ആളുകൾ ഇതിന് പ്രതികാരം ചെയ്തേ അടങ്ങൂ എന്ന് തീരുമാനിക്കുകയും ശപഥം ചെയ്യുകയും മാത്രമല്ല, ഇനി ഞാൻ എന്റെ തല കഴുകണമെന്നുണ്ട് എങ്കിൽ അത് ഇതിന് പകരം ചെയ്തിട്ടല്ലാതെ കണ്ട് ഞാൻ എന്റെ തല കഴുകുകയില്ല എന്ന് അബൂ സുഫിയാനെ പോലെയുള്ള നേതാക്കന്മാരെ അവർ ശപഥം ചെയ്തുകൊണ്ട് തീരുമാനിക്കുകയും ചെയ്തത് നമുക്ക് കാണാം. ഇനി ഖുറൈശികൾ ശ്രമിക്കുന്നത് ഈ പരാജയത്തിന് പകരം വീട്ടുന്നതിന് വേണ്ടിയാണ്. ആ പരാജയത്തിന്റെ പകരം വീട്ടലാണ് നമുക്ക് ഉഹദ് യുദ്ധത്തിൽ കാണാൻ സാധിക്കുന്നത്. അടുത്ത ഒരു വർഷമാകുമ്പോഴേക്കും തന്നെ ഖുറൈശികൾ അവരുടെ മുറിവുകൾ ഉണക്കിക്കൊണ്ട് ഈ മുസ്ലിം സമൂഹത്തെ നേരിടാനുള്ള ഒരുക്കങ്ങൾ വീണ്ടും വീണ്ടും സമാരംഭിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു. അബൂ സുഫിയാൻ ഏതൊരു വലിയ കച്ചവടവുമായിട്ടാണോ മടങ്ങി വന്നിരുന്നത്, ആ കച്ചവടത്തിന്റെ ആദായം മുഴുവൻ തന്നെ അടുത്തൊരു യുദ്ധത്തിന് വേണ്ടി ചെലവഴിക്കാൻ അവർ തീരുമാനിക്കുന്നു. അതിന്റെ മുഴുവൻ ആദായവും ഈ സമരഫണ്ടിലേക്ക് അവർ നീക്കിവെക്കുന്നു. അതുപോലെ അവരുടെ സാമ്പത്തികമായ എല്ലാ കഴിവുകളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എല്ലാ ശക്തിയും സംഭരിച്ചുകൊണ്ടുള്ള രീതിയിലുള്ള ഒരു പ്രത്യാക്രമണം ഇത് ഉടനെ തന്നെ നടത്തണം എന്നവർ തീരുമാനിക്കുന്നത് നമുക്ക് കാണാം. അങ്ങനെയാണ് ഹിജ്റ 3-ാം വർഷം ശവ്വാൽ മാസത്തിൽ 2ാമത്തെ സമരം ഈ ഉഹദ് യുദ്ധം നടക്കുന്നത്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം ഖുറൈശികളുടെ നീക്കത്തെ സംബന്ധിച്ച് തിരുമേനിക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്റെ അനുയായികളെ മുഴുവൻ തന്നെ ഈ ശത്രുവിനെ നേരിടാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും പ്രേരിപ്പിക്കുകയും അവരെ ആഹ്വാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ വലിയൊരു വിഭാഗം ആളുകൾ കപടവിശ്വാസികളായി ഇതിൽ അടിഞ്ഞുകൂടിയിട്ടുണ്ടായിരുന്നു. അവരെ ഒഴിച്ചു നിർത്തിയാൽ 1000ഓളം പേരുകൾ വന്ന ഒരു വിഭാഗമാണ് തിരുമേനിയുടെ പിന്നിൽ അണിനിരന്നത്. പക്ഷെ അതിൽ നിന്ന് 300ഓളം ആളുകൾ പോയപ്പോൾ ബാക്കിയുണ്ടായിരുന്നത് കേവലം 700ഓളം ആളുകളായിരുന്നു. അതേ അവസരത്തിൽ ഖുറൈശി ഭാഗത്തെ 3000ഓളം വരുന്ന ഒരു സൈന്യമാണ് ഉഹദ് യുദ്ധത്തിന് യഥാർത്ഥത്തിൽ തയ്യാറായി മക്കയിൽ നിന്ന് പുറപ്പെട്ടത്. ആ ഉഹദ് യുദ്ധത്തിന് പുറപ്പെടുന്ന സന്ദർഭത്തിൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ ഒരുക്കങ്ങളും ചെയ്തുകൊണ്ട് തന്നെയാണ് യഥാർത്ഥത്തിൽ സമരമുഖത്തേക്ക് കുതിച്ചത് എന്ന് നമുക്ക് കാണാം. അങ്ങനെ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ശത്രുവിന് കടന്നുവരാൻ സാധ്യതയുള്ള ഒരു സ്ഥലത്ത് പ്രത്യേകമായി ഒരു 50 പേരടങ്ങുന്ന ഒരു അമ്പെയ്ത്തുകാരെ നിർത്തുകയും അവരോട് അതിലൂടെ ശത്രു കടന്നു വരാനുള്ള സാഹചര്യം ഒരിക്കലും സൃഷ്ടിക്കരുത്, നിങ്ങൾ അവിടെ തന്നെ നിൽക്കണം, ഏത് സാഹചര്യത്തിലും സ്ഥലം വിടരുത് എന്ന് നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ജുബൈർ ഇബ്നു മുത്ഇം എന്ന് പറയുന്ന സഹാബിയുടെ നേതൃത്വത്തിലായിരുന്നു ഈ 50 പേരെ ഒരു ചെറിയ കുന്നിന്റെ മുകളിൽ റസൂൽ തിരുമേനി നിർത്തിയിരുന്നത്. അതിന്റെ നേരെ താഴെയുള്ള താഴ്വരയിൽ വെച്ചാണ് സമരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ സംഘട്ടനങ്ങൾ തുടങ്ങുകയും 2 ഭാഗത്തു നിന്നുമുള്ള ഏറ്റുമുട്ടലുകൾ നടക്കുകയും ചെയ്തപ്പോൾ മുസ്ലിം സമൂഹത്തിലെ ചില ആളുകൾ അതിൽ കൊല്ലപ്പെടുകയുണ്ടായി, ശത്രുപക്ഷത്തു നിന്നും ചിലർ കൊല്ലപ്പെടുകയുണ്ടായി. അങ്ങനെ 2 കൂട്ടരും തമ്മിലുള്ള സമരങ്ങൾ ഇങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുകയും ഏതാനും സമയങ്ങൾക്ക് ശേഷം ശത്രുവിന്റെ ഭാഗത്ത് വമ്പിച്ച തരത്തിലുള്ള ചില പ്രയാസങ്ങളോ അല്ലെങ്കിൽ അവരുടെ ഭാഗത്തു നിന്ന് അസ്വസ്ഥതകളോ കാണപ്പെടുകയും അവർ പിന്തിരിഞ്ഞു പോവാൻ തുടങ്ങുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവുന്നു. ബദറിൽ സംഭവിച്ചതുപോലെ തന്നെയുള്ള ഒരു വിജയത്തിന്റെ ലക്ഷണങ്ങളാണ് ഉഹദിന്റെ ആദ്യഘട്ടങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ക്രമേണയായി ഈ മുശ്രിക്കുകളെല്ലാം തന്നെ പിന്തിരിഞ്ഞു പോകുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത്. സ്വാഭാവികമായും ഈ യുദ്ധവേളകളിൽ അന്നത്തെ സമ്പ്രദായം അനുസരിച്ച് ഈ പിന്തിരിഞ്ഞു പോകുമ്പോൾ ഗനീമത്ത് സ്വത്തുകളൊക്കെ ശേഖരിക്കുക എന്ന ഒരു സമ്പ്രദായമുണ്ട്. ആ ശത്രു വിട്ടുകൊണ്ടുപോകുന്ന അവന്റെ കൈവശമുള്ള വാളുകളും അതുപോലെ തന്നെ പടയങ്കികളും അതുപോലെ മറ്റു തരത്തിലുള്ള സാധനങ്ങളും ഒക്കെ പെറുക്കിയെടുക്കുക, ഇതിന് ഗനീമത്ത് സ്വത്തുകൾ എന്ന് പറയുന്നു. ഇതൊക്കെ ശേഖരിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. ഈ ഗനീമത്ത് സ്വത്തുകൾ പലപ്പോഴും അത് ആരാണോ
കണ്ടെത്തിയത് ആ ആളുകൾക്ക് തന്നെ കൊടുക്കുക, അല്ലെങ്കിൽ അവർക്ക് തന്നെ കിട്ടുക എന്ന ഒരു സമ്പ്രദായവുമായിരുന്നു ആദ്യത്തിലൊക്കെ ഉണ്ടായിരുന്നത്. പ്രത്യേകിച്ചും ജാഹിലിയ കാലങ്ങളിൽ അതേ രൂപത്തിലായിരുന്നു അവരുടെ ആചാര സമ്പ്രദായങ്ങൾ ഉണ്ടായിരുന്നത്. അങ്ങനെ മുസ്ലിം സമൂഹത്തിലെ ചില ആളുകൾ ഈ ഗനീമത്ത് സ്വത്തുകളൊക്കെ പെറുക്കിയെടുക്കുന്നതും ശേഖരിക്കുന്നതും കണ്ടപ്പോൾ ഈ മലയുടെ മുകളിൽ നിർത്തിയ അമ്പെയ്ത്തുകാരായ ആളുകൾക്ക് അവർക്ക് എന്തൊന്നില്ലാത്ത തരത്തിലുള്ള ഒരു പ്രലോഭനം ഉണ്ടാവുകയും ഇത് ഞങ്ങളും അത് ശേഖരിച്ചിട്ടില്ല എങ്കിൽ ഞങ്ങൾക്കും അത് നഷ്ടപ്പെട്ടു പോകും എന്ന ഭൗതിക ചിന്ത അവരെ പിടികൂടുകയും ചെയ്തു. അവരുടെ നേതാവായിരുന്ന ജുബൈർ ബിൻ മുത്തഈം എന്ന് പറയുന്ന സഹാബി അവരെ കണ്ടമാനം ശ്രമിച്ചുകൊണ്ട് വിലക്കാൻ നോക്കിയെങ്കിലും അവരൊരിക്കലും തന്നെ അദ്ദേഹത്തിന് വഴങ്ങാതെ അവർ സ്ഥലം വിടുകയാണ് ഉണ്ടായത്. ഈ സ്ഥലം വിട്ട സന്ദർഭത്തിൽ ഖുറൈശികൾ അവിടെ സ്ഥലം ഒഴിഞ്ഞിട്ടുണ്ട്, അവിടെ പാറാവുകാരോ അല്ലെങ്കിൽ കാവൽക്കാരോ ആയ ആളുകളില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ഖാലിദ് ബിൻ വലീദ് എന്ന് പറയുന്ന സഹാബി, അദ്ദേഹം പിന്നീട് മുസ്ലിം ആയതാണ്, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ അവർ തിരിച്ചു വരികയും മുസ്ലിമീങ്ങളുടെ നേരെ പിറകിൽ നിന്നുള്ള ആക്രമണം അവർ ആരംഭിക്കുകയും ചെയ്തു. ഇത് മുസ്ലിം അണികളിൽ എന്തൊന്നില്ലാത്ത തരത്തിലുള്ള വെപ്രാളവും വിഭ്രാന്തിയും സൃഷ്ടിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. എന്താണ് സംഭവിക്കുന്നത്, എവിടെ നിന്നാണ് ആക്രമണങ്ങൾ വരുന്നത്, ആരോടാണ് എതിരിടുന്നത് എന്ന് തിരിച്ചറിയാൻ സാധിക്കാത്ത രീതിയിലുള്ള ഒരു അങ്കലാപ്പ് മുസ്ലിം അണികളിൽ അത് സൃഷ്ടിക്കുകയുണ്ടായി. അവർ പലരും തന്നെ തിരിഞ്ഞോടുകയും അല്ലെങ്കിൽ സ്ഥലം വിടുകയും പ്രവാചകനെയും മറ്റുമൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് പോകുന്ന ഒരു വിഭ്രാന്തിയുടെ അവസ്ഥയിൽ അകപ്പെടുകയും ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. വളരെ പരിമിതരായ ചില സഹാബിമാരൊഴികെ മറ്റുള്ളവരെല്ലാവരും തന്നെ സ്ഥലം വിടുകയോ അല്ലെങ്കിൽ പിന്തിരിഞ്ഞോടുകയോ ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉണ്ടായി. പരിശുദ്ധ ഖുർആൻ അതിന് പ്രത്യേകമായി എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഇത് തുസ്ഇദൂന വലാ തൽഊന അലാ അഹദിൻ വറസൂലു യദഊകും ഫീ ഉഖറാകും ഫഅസാബകും ഗമ്മൻ ബിഗമ്മിൻ ലികൈലാ തഹ്സനു അലാ മാ ഫാതകും വലാ മാ അസാബകും വല്ലാഹു ഖബീറും ബിമാ തഅമലൂൻ. ഇത് തുസ്ഇദൂന വലാ തൽഊന അലാ അഹദ്, നിങ്ങൾ പിറകോട്ട് തിരിഞ്ഞു നോക്കാതെ കണ്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ആ സന്ദർഭം നിങ്ങൾ അനുസ്മരിക്കുക. വറസൂലു യദഊകും ഫീ ഉഖറാകും, നിങ്ങളുടെ പിന്നിൽ നിന്നുകൊണ്ട് പ്രവാചകൻ നിങ്ങളെ വിളിച്ചുകൊണ്ടിരിക്കുന്നു. ഫഅസാബകും ഗമ്മൻ ബിഗമ്മിൻ, അങ്ങനെ ഇതിന്റെ ഫലമായി കൊണ്ട് നിങ്ങൾക്ക് ദുഃഖവും ഖേദവും പിന്നീട് പ്രകടമായി. ലികൈലാ തഹ്സനു അലാ മാ ഫാതകും വലാ മാ അസാബകും, ഇങ്ങനെയുള്ള അനുഭവങ്ങളെല്ലാം തന്നെ നിങ്ങൾക്കുണ്ടായത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ പിന്നീട് ഖേദിക്കാൻ ഇടവരാത്ത സാഹചര്യ ആ രൂപത്തിൽ ചില പാഠങ്ങൾ നിങ്ങളെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. വല്ലാഹു ഖബീറും ബിമാ തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിക്കുന്നതെല്ലാം അല്ലാഹു സൂക്ഷ്മമായി അറിയുന്നുണ്ട് എന്ന രീതിയിൽ അതിനെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ വിശേഷിപ്പിച്ചത് നമുക്ക് കാണാം. അപ്പോൾ ഏതായിരുന്നാലും ശരി, മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഈ അങ്കലാപ്പുകളും അവരുടെ അണികളിൽ വന്ന ഈ തരത്തിലുള്ള ഒരു വിഭ്രാന്തിയുമൊക്കെ ശത്രുക്കൾക്ക് അനുകൂലമായി തീരുകയും മുസ്ലിം സമൂഹത്തിൽ നിന്നും ധാരാളം പേർ കൊല ചെയ്യപ്പെടുകയും ആ യുദ്ധത്തിൽ പൊതുവെ മുസ്ലിമീങ്ങൾ പരാജയപ്പെട്ടു എന്നുള്ള ഒരവസ്ഥ ഉണ്ടായി തീരുകയും ചെയ്തു. ആ സന്ദർഭത്തിലാണ് ഖുറൈശികൾ യുദ്ധത്തെ സംബന്ധിച്ചിടത്തോളം അബൂ സുഫിയാൻ പറഞ്ഞു, ഇതാ ബദറിന് ഞങ്ങൾ പകരം വീട്ടിയിരിക്കുന്നു. യൗമും ബിയൗം, ഒരു ദിവസം നിങ്ങൾക്കുണ്ട് എങ്കിൽ മറ്റേ ദിവസം ഞങ്ങൾക്കും. യുദ്ധം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ ഒരു പരാജയം ഞങ്ങൾക്ക് സംഭവിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ ഞങ്ങൾ വിജയിച്ചതോടുകൂടി പരാജയത്തിന് ഞങ്ങൾ പകരം വീട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ സൈന്യങ്ങളുമായിട്ട് അബൂ സുഫിയാൻ പിന്തിരിഞ്ഞു പോകുന്നതാണ് പിന്നീട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോഴേക്കും മുസ്ലിം സമൂഹം പിന്തിരിഞ്ഞോടിയ പല ആളുകളും പിന്നീട് ഇങ്ങനെ ഒരുമിച്ച് കൂടുകയും അവരുടെ നടപടിക്രമത്തിൽ ഖേദിക്കുകയും പ്രവാചകന്റെ അടുത്തേക്ക് തന്നെ തിരിച്ചു വരികയും അവരുടെ ശക്തി വീണ്ടെടുക്കുകയും ഒക്കെ ചെയ്യാനുള്ള ഒരു ശ്രമങ്ങൾ നടത്തി നോക്കിയെങ്കിലും അതിനു മുമ്പായി തന്നെ ശത്രുക്കൾ ആ സ്ഥലം വിടുകയും അവർ അവരുടെ വിജയഭേരിയോടുകൂടി മാറിപ്പോവുകയും ചെയ്തതായിട്ട് നമുക്ക് കാണാം. കുറെ അങ്ങോട്ട് എത്തിയതിന് ശേഷമാണ് അവർക്ക് തന്നെ, ശത്രുക്കൾക്ക് തന്നെ ഒരു വീണ്ടുവിചാരം ഉണ്ടാകുന്നു. എന്താണ് നമ്മൾ ചെയ്തത്? യഥാർത്ഥത്തിൽ ആ വിജയത്തിന്റെ ആ പടിയോളം എത്തി ഏകദേശം ഒരു വിജയത്തോടുകൂടി നമ്മൾ ഇരിക്കുന്ന സന്ദർഭത്തിൽ ഒന്നാകെ ആ ശത്രുവിനെ നശിപ്പിക്കാൻ കിട്ടിയ ഒരു അവസരം നമ്മൾ പൂർണ്ണമായി ഉപയോഗപ്പെടുത്താതെ അത് ഉപേക്ഷിച്ചുകൊണ്ട് പോകുന്നത് ശരിയായില്ല എന്ന ഒരു നിലപാടാണ് പിന്നീട് അവർക്കുണ്ടായത്. അങ്ങനെ ഒന്ന് തിരിച്ച് വീണ്ടും മുസ്ലിമീങ്ങളെ വന്ന് ആക്രമിക്കണമോ എന്നൊക്കെയുള്ള ഒരു ചിന്തയും ആലോചനയും അവരുടെ ഇടയിൽ
ഉണ്ടായിരുന്നു. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പിറ്റേ ദിവസമൊക്കെയായി ഖുറൈശികൾ ഇങ്ങനെ മടങ്ങി വരാനുള്ള സാധ്യതയുണ്ട് എന്ന് കണ്ടുകൊണ്ട് തന്റെ അനുയായികളെ വീണ്ടും തന്നെ പുനഃക്രോഡീകരിക്കുകയും അവരെ സംഘടിപ്പിക്കുകയും അങ്ങനെ നേരത്തെ തന്നോടൊപ്പം സമരം ചെയ്യാൻ ആരൊക്കെയാണോ ഉണ്ടായിരുന്നത് അവർ മാത്രം മതി, ഇനി വീണ്ടും ഒരു ആക്രമണത്തിന് നമ്മൾ അവരോട് നേരെ പോവുകയാണ് എങ്കിൽ സൈന്യത്തിൽ ഇവർ മാത്രം മതി എന്ന് പറഞ്ഞുകൊണ്ട് അവരെ നേരിടാനുള്ള ഒരു ഒരുക്കം നടത്തിയ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം 2-3 കിലോമീറ്ററുകൾ അപ്പുറത്തേക്ക് അവരെ പിന്തുടരുകയും അതുപോലെ അവർ വരുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കുകയും ചെയ്തു. പക്ഷേ ശത്രുക്കൾ അവർ തിരിച്ചു പോവുകയാണ് ഉണ്ടായത്. ആ രൂപത്തിൽ ആ വിജയത്തെ ഇനി വീണ്ടും ഒരു പരാജയമായിക്കൊണ്ട് മാറ്റിക്കൂടാ എന്ന അബൂ സുഫിയാന്റെ പ്രായോഗിക ബുദ്ധിയാണ് യഥാർത്ഥത്തിൽ അവരെ പിന്തിരിപ്പിച്ചു കളഞ്ഞത്. ആ രൂപത്തിൽ ഒരു വിജയത്തോടുകൂടി, ഒരു വിജയഭാവത്തോടുകൂടിയുള്ള ഒരു മടക്കം ഉഹദിൽ ഖുറൈശികൾക്ക് സാധിച്ചു. നേരത്തെ ബദറിലുള്ള മുസ്ലിമീങ്ങളുടെ ഈ വിജയം അത് അവരെ സംബന്ധിച്ചിടത്തോളം മറ്റ് അറബി ഗോത്രങ്ങളിലൊക്കെ വലിയ ഒരു ഇമേജ് സൃഷ്ടിക്കുകയും അവർക്കൊരു ഔന്നത്യം ഉണ്ടാക്കി എടുക്കാൻ അത് സഹായകമാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഉഹദ് യുദ്ധത്തിൽ ഖുറൈശികൾ ഈ തിരിച്ചടി മുസ്ലിം സമൂഹത്തിന് നൽകിയതോടുകൂടി അത് അവർക്കിടയിൽ തന്നെ ചില സംശയങ്ങൾ ഉണ്ടാവുകയും ഇനി മുസ്ലിമീങ്ങളെ അങ്ങനെ ഭയപ്പെടേണ്ടതൊന്നും തന്നെ ഇല്ല എന്ന രൂപത്തിലുള്ള ഒരു നിലപാടിലേക്ക് അവർ എത്തിച്ചേരുകയും ചെയ്യുന്നത് ഉഹദിനെ തുടർന്നുകൊണ്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അങ്ങനെ ഹിജ്റ 3-ാം വർഷത്തിന് ശേഷം ഈ രൂപത്തിലുള്ള സാഹചര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് വേറെ മുസ്ലിമീങ്ങളെ ഇനിയും ഈ രൂപത്തിൽ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റുകയില്ല എന്നും അവരെ നിശ്ശേഷം നശിപ്പിക്കേണ്ടതുണ്ട് എന്നും അതിനുള്ള ഏറ്റവും ശക്തമായ ഒരാക്രമണം തന്നെ നടത്തേണ്ടതുണ്ട് എന്നുമുള്ള ഒരു തീരുമാനവും ആലോചനയും ഒക്കെ ഉണ്ടാകുന്നത്. നേരത്തെ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ നിന്ന് പുറത്താക്കിയിരുന്ന ബനു നദീർ എന്ന് പറയുന്ന ജൂതഗോത്രത്തിന്റെ നേതാവായ ഹുയയ് ഇബ്നു അഖ്തബിനെ പോലെയുള്ള ആളുകളെ അറബി ഗോത്രങ്ങളുടെ ഇടയിൽ സഞ്ചരിച്ചുകൊണ്ട് അവരെ മുഴുവൻ തന്നെ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എതിരായി ഇളക്കി വിടുകയുണ്ടായി. അതുപോലെ തന്നെ ഖുറൈശികളും അവരും തന്നെ ഇത്തരത്തിലുള്ള ഒരു സന്ദർഭത്തെയായിരുന്നു പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നത്. ഗത്ഫാൻ എന്ന് പറയുന്ന ഏറ്റവും ശക്തമായ ഒരു അറബി ഗോത്രം, അത് ഏറ്റവും അംഗസംഖ്യയൊക്കെ കൂടുതലുള്ള ഒരു അറബി ഗോത്രമാണ്. അവരെ കൂടി ഈ തങ്ങളുടെ അണികളിലേക്ക് ആകർഷിച്ചുകൊണ്ട് ഒന്നിച്ചുകൊണ്ടുള്ള സംയുക്തമായ ഒരു ആക്രമണം നടത്തണം, അങ്ങനെ അതോടുകൂടി ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും നാമാവശേഷമാക്കണം എന്നായിരുന്നു അവരുടെ പ്ലാൻ. ഈ പ്ലാനോട് കൂടിയിട്ടുള്ള തയ്യാറെടുപ്പുകളാണ് പിന്നീട് നടക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ഗത്ഫാൻ ഗോത്രക്കാരെ പോയി കണ്ട് അവരെ അനുനയിപ്പിച്ച് അവരുടെ ഏകദേശം 6000-ഓളം വരുന്ന ആളുകളെ ഖുറൈശികൾക്ക് സംഘടിപ്പിക്കാൻ സാധിക്കുകയുണ്ടായി. ഖുറൈശികളിൽ നിന്ന് 4000-ഓളം വരുന്ന വേറെ ഒരു സൈന്യത്തെയും അവർ സംഘടിപ്പിച്ചു. ഉള്ളിൽ നിന്ന് ജൂതന്മാരുമായിട്ട് മദീനയിൽ ഇപ്പോഴും തന്നെ ബനൂ ഖുറൈള ഗോത്രം എന്ന് പറയുന്ന ജൂതഗോത്രം നിലനിൽക്കുന്നുണ്ട്. അവരും റസൂലുമായിട്ട് കരാറിലും അതുപോലെ ഉടമ്പടിയിലുമാണ്. അവരെ കൂടി പ്രേരിപ്പിച്ച് കരാർ ലംഘിക്കാൻ വേണ്ടി നിർബന്ധിച്ചാൽ ഉള്ളിൽ നിന്നും പുറത്തുനിന്നുമുള്ളവർ ആക്രമണം നടത്തി മുസ്ലിമീങ്ങളെ നിശ്ശേഷം നശിപ്പിക്കാൻ സാധിക്കും എന്ന ആ അഹങ്കാരത്തോടു കൂടിയാണ് അഹ്സാബ് യുദ്ധത്തിന് വേണ്ടി അല്ലെങ്കിൽ ഖന്ദഖ് യുദ്ധത്തിന് വേണ്ടി അവർ തയ്യാറാകുന്നത് എന്ന് നമുക്ക് കാണാം. ഹിജ്റ 5-ാം വർഷമാകുന്നതോടുകൂടി ഈ രൂപത്തിലുള്ള ഒരു വലിയ സൈന്യവുമായി മദീനയുടെ നേരെ ആക്രമണം നടത്താനാണ് അവർ പ്ലാൻ ഇട്ടുകൊണ്ടുവരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും മുസ്ലിം സമൂഹവും ഒന്നും അറിയാതെ ഈ നീക്കങ്ങളെ സംബന്ധിച്ചൊന്നും മനസ്സിലാക്കാതെയല്ല ഉള്ളത്. അവർക്ക് അതിനെ സംബന്ധിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയുടെ ചുറ്റും വളരെ പ്രതികൂലമായ സാഹചര്യമാണ്, പട്ടിണിക്കാലമാണ്, അതുപോലെ തന്നെ ബുദ്ധിമുട്ടുള്ള സമയമാണ്. എങ്കിലും ശരി തന്റെ അനുയായികളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടൊരു ഖന്ദഖ് പണിയുകയും ശത്രുവിനെ മദീനയുടെ അകത്തേക്ക് കടക്കാനുള്ള വാതിലുകൾ ശത്രുവിന്റെ മുന്നിൽ കൊട്ടിയടക്കാനുള്ള ശ്രമങ്ങളിൽ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏർപ്പെടുകയും ചെയ്യുന്നത് നമുക്ക് കാണാം. അപ്പോ അതുപോലെ തന്നെ ബനൂ ഖുറൈള ഗോത്രക്കാരായ ആളുകൾ കരാർ ലംഘിച്ചിട്ടുണ്ട്. പക്ഷെ അവരുടെ ഭാഗത്തു നിന്നുള്ള ആക്രമണം ഇല്ലാതെയാക്കാൻ എന്താണ് സാധിക്കുക എന്നും തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ആലോചിച്ചുകൊണ്ടിരുന്നു. അതുപോലെ തന്നെ ഗത്ഫാൻ ഗോത്രക്കാരെ പിന്തിരിപ്പിക്കാൻ വല്ലതും പറ്റുമോ എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആലോചിച്ചു. മദീനയുടെ വരുമാനത്തിന്റെ 1/3 അവർക്ക് കൊല്ലം തോറും കൊടുത്തുകൊണ്ടിരിക്കാം, അങ്ങനെ അവരുമായിട്ട് ഒരു നീക്കുപോക്ക് നടത്തിയാലോ എന്നുപോലും തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വേള ആലോചിക്കുക
സാധിക്കുകയുണ്ടായി. പക്ഷേ മദീനയിലെ പ്രമുഖരായ നേതാക്കന്മാർ സഅദ് ബിൻ ഉബാദ പോലെയുള്ള വ്യക്തിത്വങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, പ്രവാചകരെ, ഞങ്ങൾ ജാഹിലിയ്യ കാലത്ത് പോലും ഞങ്ങളുടെ ഒരു കാരക്ക അന്യായമായിട്ട് അവർക്ക് അനുഭവിക്കാൻ സാധിച്ചിട്ടില്ല. ഈ ഇസ്ലാമിൽ വന്നതിന് ശേഷം ആ രൂപത്തിലുള്ള ഒരു നീക്കുപോക്കിനൊന്നും നിൽക്കേണ്ട, നമുക്ക് അവരോട് സമരം ചെയ്യാം എന്ന ഉറച്ച നിലപാടിൽ അവർ നിലകൊള്ളുകയാണ് ഉണ്ടായത്. അങ്ങനെ ആ ശത്രു സൈന്യം ഏകദേശം 10,000-ഓളം വരുന്ന ആളുകൾ മദീനയുടെ പരിസരത്ത് വരികയും മദീന വളയുകയും ചെയ്ത ഘട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ബനൂ ഖുറൈള ഗോത്രക്കാർ കരാർ ലംഘിച്ചുകൊണ്ട് പിന്നിൽ നിന്ന് കുത്തുന്നതിനെതിരായി കൊണ്ട് ചില സൂത്രങ്ങൾ പ്രയോഗിക്കുകയും അതുപോലെ തന്നെ ഈ ശത്രുക്കളുടെ ഇടയിൽ ഒരു ആഭ്യന്തരമായ ഛിദ്രത ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചില നടപടിക്രമങ്ങൾ സ്വീകരിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് അവരെ ഭിന്നിപ്പിക്കാനുള്ള ചില ശ്രമങ്ങൾ ചില സഹാബിവര്യന്മാരിലൂടെ വിജയകരമായി നടത്തുകയുണ്ടായി. അതോടൊപ്പം തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഭാഗത്തു നിന്നുള്ള സഹായവും അവർക്ക് ലഭിക്കേണ്ട ഒമ്പിച്ച കൊടുങ്കാറ്റും അതുപോലെ ആ കാറ്റും മഴയും ഒക്കെ വന്നുകൊണ്ട് വളരെ തണുത്ത സാഹചര്യവും അന്തരീക്ഷവും ഉണ്ടാവുകയും അവരുടെ ടെന്റുകളും അവരുടെ മൃഗങ്ങളും ഒക്കെ തന്നെ ഓടി ഒളിക്കുന്ന സാഹചര്യം ഉണ്ടാവുകയും അങ്ങനെ അവരുടെ എല്ലാ പ്ലാനുകളും പരാജയപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി തീരുകയും ചെയ്യുന്നത് ഈ സംഭവത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ സംബന്ധിച്ച് പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു ദുക്റൂ നിഅമത്തല്ലാഹി അലൈക്കും, സത്യവിശ്വാസികളെ അല്ലാഹു നിങ്ങൾക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ നിങ്ങൾ ഓർക്കുക. ഇത് ജാഅതുക്കും ജുനൂദുൻ, വമ്പിച്ച സൈന്യങ്ങൾ നിങ്ങളെ സമീപിക്കുകയുണ്ടായി. ഫഅർസൽനാ അലൈഹിം റീഹ, നാം അവർക്കെതിരെ കാറ്റിനെ നിയോഗിക്കുകയുണ്ടായി. വ ജുനൂദൻ ലം തറൗഹ, നിങ്ങൾക്ക് കാണാൻ സാധിക്കാത്ത തരത്തിലുള്ള ചില സൈന്യങ്ങളെയും നാം അവർക്ക് നേരെ നിയോഗിച്ചു. വകാന അല്ലാഹു ബിമാ തഅമലൂന ബസീറ, നിങ്ങൾ ചെയ്യുന്നതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല കാണുന്നുണ്ട്. വറദ്ദല്ലാഹു അല്ലദീന കഫറൂ ബിഗൈലിഹിം, കാഫിറുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ തിരിച്ചയക്കുകയുണ്ടായി. ലം യനാലു ഖൈറ, അവർക്കൊന്നും തന്നെ നേടാൻ സാധിച്ചില്ല. വകഫല്ലാഹുൽ മുഅ്മിനീനൽ ഖിതാൽ, സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ആ സമരങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അതോടുകൂടി അവസാനിപ്പിച്ചു എന്നും പരിശുദ്ധ ഖുർആൻ രേഖപ്പെടുത്തിയത് നമുക്ക് കാണാം. ഇങ്ങനെ ഖുറൈശികൾ അല്ലാഹുവിന്റെ സഹായത്തോടുകൂടി പ്രവാചകന്റെയും സത്യവിശ്വാസികളുടെയും ത്യാഗമനസ്സോടുകൂടി ഈ സമരത്തെയും വളരെ വിജയകരമായി നേരിടുന്നതാണ് അഹ്സാബ് യുദ്ധത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആ വേളയിൽ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിച്ചു, ഇനി മുതൽ ഒരിക്കലും ഖുറൈശികളുടെ ആക്രമണങ്ങളെ നിങ്ങൾ ഭയപ്പെടേണ്ട, അവരെ നിങ്ങളോട് എതിരിടാൻ വേണ്ടി വരികയില്ല. ഇനി നമ്മൾ അങ്ങോട്ട് ആക്രമിക്കുക എന്നല്ലാതെ കണ്ട് അവരിങ്ങോട്ട് ആക്രമിക്കുന്ന ഒരു സംഭവം ഉണ്ടാവുകയില്ല എന്നും പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിക്കുന്നത് നമുക്ക് കാണാം. ഇങ്ങനെ വളരെ മഹത്തായ 3 സമരങ്ങളിലൂടെ സത്യവിശ്വാസികൾ അവരുടെ ഈമാനിന്റെ കരുത്തും പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ അനുയായികളുടെ വിശ്വാസവുമൊക്കെ പരീക്ഷണത്തിന് വിധേയമാക്കി ആ രൂപത്തിൽ ഇസ്ലാമിന് വേണ്ടിയിട്ട് സർവം സമർപ്പിക്കാൻ തയ്യാറായ ഒരു ജനവിഭാഗം മദീനയിൽ ഉണ്ടായിത്തീരുകയും അതിന്റെ മുന്നിൽ മറ്റ് ശക്തികളും എതിരാളികളുമെല്ലാം തന്നെ പത്തിമടക്കുന്നതായ ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുന്നതാണ് ഈ സമരങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് ഏറ്റവും വഴിയൊരുക്കിയ മഹാസംഭവങ്ങളായിരുന്നു. അത് സത്യവിശ്വാസികളുടെ ത്യാഗത്തിന്റെയും അതുപോലെ തന്നെ അവർ അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി സർവ്വം സമർപ്പിക്കാൻ തയ്യാറായതിന്റെയും ഫലമായി കൊണ്ട് നേടിയെടുക്കാൻ സാധിച്ചതായിരുന്നു എന്നും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിന്റെ മാർഗത്തിൽ അടിയുറച്ച് നിലകൊള്ളാൻ സത്യവിശ്വാസി സമൂഹം ഏത് ഘട്ടത്തിൽ തയ്യാറാകുന്നുവോ അപ്പോഴെല്ലാം ശത്രുക്കളുടെ സൈന്യമോ അല്ലെങ്കിൽ അവരുടെ ബലമോ ഒരിക്കലും തന്നെ അതിന്റെ മുന്നിൽ ഒരു തടസ്സമായി നിൽക്കുകയില്ല എന്ന ഗുണപാഠമാണ് ഈ ചരിത്ര സംഭവങ്ങളിലൂടെ നാം ഉൾക്കൊള്ളേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനിന്റെ യഥാർത്ഥ അനുയായികളും അതിന്റെ യഥാർത്ഥ വിശ്വാസികളുമായി നമ്മെ സ്വീകരിച്ച് ആദരിക്കുമാറാകട്ടെ.